ഹായ് ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും തന്നെ സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യുന്നവരാണ്. സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യുന്ന സമയത്ത് പല മിസ്റ്റേക്കുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിലൊരു 4 മിസ്റ്റേക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ശേഷം വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പം ആദ്യത്തെ ഒരു കാര്യം ഞാൻ പറയുന്നത്, നിങ്ങളെല്ലാവരും ഇൻകോഗ്നിറ്റോ മോഡ് യൂസ് ചെയ്യുന്നവരായിരിക്കും. ഞങ്ങൾ ഗൂഗിൾ ക്രോമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ ഇൻകോഗ്നിറ്റോ എന്ന മോഡുണ്ട്. ആ ഒരു മോഡിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹിസ്റ്ററി വരില്ല എന്നാണ് പറയുന്നത്. ബട്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ആ ഒരു മോഡലിൽ തന്നെ സെർച്ച് ചെയ്താൽ നിങ്ങളുടെ ഹിസ്റ്ററി നിങ്ങളുടെ ഫോണിൽ തന്നെ കിടക്കും. അതെങ്ങനെയാണ് കാണുന്നതെന്നല്ല, നിങ്ങൾ അത് കാണാൻ വേണ്ടി നിങ്ങൾ നമ്മുടെ ഹോം സ്ക്രീനിൽ പോകുക. ഹോം സ്ക്രീനിൽ നിന്നും വിഡ്ജറ്റ് സെലക്ട് ചെയ്യുക. വിഡ്ജറ്റ് സെലക്ട് ചെയ്ത ശേഷം താഴെ വരുമ്പോൾ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ നോട്ടിഫിക്കേഷൻ ലോഗ് എന്ന് കാണാൻ സാധിക്കും. ആ നോട്ടിഫിക്കേഷൻ ലോഗിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയാണ് ആ ക്രോമിൽ സെർച്ച് ചെയ്യുക എന്നുള്ളത് കോഡഡ് ആയിട്ട് വരുന്നത് കാണാൻ സാധിക്കും. അപ്പം ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഇൻകോഗ്നിറ്റോ മോഡ് സേഫ് അല്ല, നിങ്ങളുടെ ഹിസ്റ്ററി നിങ്ങളുടെ ഫോണിൽ തന്നെ ഉണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ വിൽക്കുകയാണെങ്കിൽ നിങ്ങളൊന്നും ഫോർമാറ്റ് ചെയ്ത ശേഷം അത് OLXലോ മറ്റിലൊക്കെ ഇട്ടിട്ട് വിൽക്കാൻ ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്തേക്കുക നിങ്ങളുടെ പഴയ ഡോക്യുമെൻറ്റ്സ് ഒന്നും അവർക്ക് എടുക്കാൻ സാധിക്കില്ല എന്നാണ് നിങ്ങളുടെ വിചാരം. ബട്ട് അങ്ങനെയല്ല. ഒരു റിക്കവറി സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു വട്ടം ഫോർമാറ്റ് ചെയ്താൽ നിങ്ങളുടെ ഫോണിൽ നിന്നും റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഒന്ന് ഫോർമാറ്റ് ചെയ്യുക. അതിനുശേഷം കുറച്ച് ഫയൽസ് കൂടി ഇതിൽ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ഫോർമാറ്റ് ചെയ്യുക. അതിനുശേഷം ഒന്നുകൂടെ ഫോർമാറ്റ് ചെയ്യുക. 3 വട്ടമെങ്കിലും ഫോർമാറ്റ് ചെയ്ത ശേഷം മാത്രമേ നിങ്ങളുടെ ഫോണ് വിൽക്കുകയാണെങ്കിൽ വിൽക്കാവൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ഫയൽസ്, ഫോൾഡേഴ്സ്, അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ റിക്കവർ ചെയ്ത് സുഖമായിട്ട് എടുക്കാൻ സാധിക്കും. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പലരും ആപ്പ് ലോക്കുകൾ ഉപയോഗിക്കാറുണ്ട് സ്മാർട്ട് ഫോണിൽ. ഈ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കിട്ടുന്ന ആപ്പ് ലോക്കുകളൊന്നും അത്ര സെക്യൂർ ആയിട്ടുള്ള ആപ്പ് ലോക്കുകളല്ല. നിങ്ങളുടെ ഫോണിൽ ഇൻബിൽട്ട് ആയിട്ട് ആപ്പ് ലോക്ക് ഉണ്ടെങ്കിൽ അത് മാത്രമേ യൂസ് ചെയ്യുക. ഈ ആപ്പ് ലോക്കുകൾ ബൈപ്പാസ് ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതുകൊണ്ട് ആപ്പ് ലോക്ക് മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക. നാലാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഫോൺ പലരും ബാക്ക് പോക്കറ്റിൽ വെക്കുന്ന കാണാൻ സാധിക്കും. അങ്ങനെ വെക്കുന്നത് നമ്മുടെ ബോഡിക്ക് അത്ര നല്ല കാര്യമല്ല. കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മളൊരു ബാലൻസിലായിരിക്കും. അപ്പോൾ ഈ ബാലൻസ് ആയിരിക്കും ഇതിൽ ഇരിക്കുന്നത്, ഫോൺ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു കണ്ടീഷനിൽ കുറേ നേരം ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്പൈനൽ കോഡിന് എന്തോ ഒരു പ്രോബ്ലം വരും എന്നുള്ളതാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ എനിക്കറിയത്തില്ല, ഞാൻ ഡോക്ടറൊന്നുമല്ല. അപ്പം നിങ്ങളുടെ ബോഡിക്ക് കംപ്ലൈൻറ്റ് വരും. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ മാക്സിമം ഫോൺ എടുത്ത് മുമ്പിൽ തന്നെ വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെക്യൂർ ആയിട്ടുള്ള അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള ഏതെങ്കിലും പ്ലേസിൽ വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും.